ഹായ്, നമ്മൾ ഇന്ന് ഫസ്റ്റ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ക്ലാസ്സിലോട്ടാണ് പോകുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ. അവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു കോണിന്റെ അളവ് 50 ഡിഗ്രിയും ഒരു വശത്തിന്റെ നീളം 7 സെന്റിമീറ്ററും വരത്തക്ക രീതിയിൽ എത്ര വ്യത്യസ്ത രീതിയിൽ നമുക്ക് സമപാർശ്വ ത്രികോണങ്ങൾ വരയ്ക്കാമെന്ന്. അതായത് ഒരു ആംഗിൾ 50 ഡിഗ്രി, സൈഡ് 7 സെന്റിമീറ്റർ, വൺ സൈഡ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഡിഫറെന്റ് ഐസോസ്സെലസ് ട്രയാങ്കിൾ, അങ്ങനെ എത്ര എണ്ണം വരയ്ക്കാമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇത് വരയ്ക്കുന്നതിന് മുമ്പ് ഐസോസ്സെലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത എന്ത്, എങ്ങനെയാണ് അതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു ഫിഗർ വരയ്ക്കാം. സമപാർശ്വ ത്രികോണമാണ് ഈ ട്രയാങ്കിൾ. സമപാർശ്വ ത്രികോണമാണെങ്കിൽ ഇതാ ഈ രണ്ട് വശവും തുല്യമായിരിക്കും ആണല്ലോ. ഏതെങ്കിലും രണ്ട് വശങ്ങൾ അതിൽ തുല്യമായിരിക്കും. ആണെങ്കിൽ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ഈ അളവ് വെച്ച് എത്ര സമപാർശ്വ ത്രികോണങ്ങൾ, ഐസോസ്സെലസ് ട്രയാങ്കിൾ വരയ്ക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ത്രികോണം വരച്ചു. ഇത് സമപാർശ്വ ത്രികോണം എന്ന് വെച്ചോ. എങ്ങനെയൊക്കെ വരയ്ക്കാൻ നോക്കാം. ഇവിടെ 7 സെന്റിമീറ്റർ വരാം. ഓക്കെ, ഈ രണ്ട് വശങ്ങളാ തുല്യമെന്ന് വെച്ചോ ആണല്ലോ. ഇവിടെ 7 സെന്റിമീറ്റർ, ഇത് രണ്ടും തുല്യമാണെങ്കിൽ ഇതാ ഇത് 50 ഡിഗ്രി ആണെന്ന് എടുക്കുവാണെങ്കിൽ ഇവിടെ 50 ഡിഗ്രി ആയിരിക്കണം. ഇങ്ങനൊരു സമപാർശ്വ ത്രികോണം നമുക്ക് വരച്ചൂടെ? നോക്ക്, 7 സെന്റിമീറ്ററും വന്നു, ഒരു കോൺ 50ഉം വന്നു. ഒരു കോൺ മാത്രമേ 50 ഡിഗ്രി വരാവോളെന്ന് എന്ന് പറഞ്ഞിട്ടില്ല, ഒരു കോൺ അവിടെ 50 ഡിഗ്രി വരണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരാംഗിൾ മെഷർ 50 ഡിഗ്രി വരണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, ഒരാംഗിൾ മാത്രമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ 7 സെന്റിമീറ്റർ വന്നു, 50 ഡിഗ്രി വന്നു. അപ്പൊ നമ്മുടെ ഒരു ഐസോസ്സെലസ് ട്രയാങ്കിൾ ആയി. ഇനി രണ്ടാമത് ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ 7 സെന്റിമീറ്റർ തന്നെയാണ് ഞാൻ വരച്ചത്. ഐസോസ്സെലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണത്തിന്റെ ഈക്വൽ സൈഡ്സ് ഇത് തന്നെയാണ്. ഇവിടെയാണ് നേരത്തെ ഞാൻ 50 എടുത്തത്, പക്ഷെ ഇപ്രാവശ്യം എന്താ ഇവിടെ 50 വരുന്ന രീതിയിലാണ് വരച്ചേക്കുന്നത്. ഓക്കെ, ഇങ്ങനെയും വരച്ചൂടെ? അങ്ങനെയാണെങ്കിൽ ഈ കോണുകളുടെ അളവ് എത്രയായിരിക്കും? ആകെ 180 ആണ്. 50 പോയാൽ 130 ആണല്ലോ. ഇവിടെ 65, ഇവിടെ 65, അങ്ങനെ വരും. അതൊന്നും എഴുതണ്ട. ഏതൊക്കെ രീതിയിൽ എത്ര സമപാർശ്വ ത്രികോണങ്ങൾ വരയ്ക്കാവുന്നേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അപ്പൊ ഇവിടെ 50 ഡിഗ്രി എടുത്തു. ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് കോണുകൾ എത്രയായിരിക്കും? ആകെ കോണുകളുടെ തുക 180. ഇത് 50 ആണെങ്കിൽ ഈ രണ്ട് കോണുകളുടെ അളവ് എത്രയാണ്? 180ൽ നിന്ന് 50 കുറച്ചാൽ പിന്നെ 130. ഓക്കെ, ഈ രണ്ട് കോണുകൾ തുല്യമല്ലേ? 130ന്റെ പകുതി എത്രയാ? 65 ഡിഗ്രി. മനസ്സിലായോ? ഇവിടെ നോക്ക്, നമ്മൾ ഈ സൈഡ് 50 എടുത്തു, അപ്പൊ ഇവിടെ 50 നോർമലി വരും. അപ്പൊ 50, 50, 100. ഇവിടെ എത്ര വരണം? അപ്പം 180 അല്ലേ ആകെ. ഇവിടെ 80 ഡിഗ്രി. മനസ്സിലായോ? ഇനി നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. ഇപ്രാവശ്യം ഞാൻ 7 സെന്റിമീറ്റർ ഇവിടെ വരയ്ക്കുന്നില്ല, ഇവിടെ എഴുതാൻ പോവാ 7 സെന്റിമീറ്റർ. ഇത് സമപാർശ്വ ത്രികോണങ്ങളാ, ഈ വശങ്ങളാ തുല്യം. ഇവിടെ 7 ആണെങ്കിൽ ഇവിടെ എത്രയാ? 7 സെന്റിമീറ്റർ തന്നെ. ഞാനിനി ഇവിടെ 50 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ 50 കൊടുത്ത ഇവിടെ എത്രയാ? 50 ഡിഗ്രി. ഇവിടെ എത്രയാ? 50, 50, 100. ഇവിടെ 80 ഡിഗ്രി. ഓക്കെ, ഇങ്ങനെ ഒരു സമപാർശ്വ ത്രികോണം വരച്ചൂടെ? നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ട. 50 ഡിഗ്രിയും 7 സെന്റിമീറ്ററും വരണം, അത് മാത്രമേ ഉള്ളൂ. ആദ്യം ഞാൻ 7 സെന്റിമീറ്റർ താഴെ എടുത്തു, ഇവിടെ 50 കൊടുത്തു. ഇവിടെ 80 കൊടുത്താൽ നമുക്കറിയാം ഈ വശവും 50 തന്നെ ആയിരിക്കും, 50 ഡിഗ്രി തന്നെ ആയിരിക്കും. കാരണം ഈ രണ്ട് വശങ്ങളാണ് ഈക്വല്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 80. ഇനി അടുത്തതിന് ഇവിടെയല്ലേ ആദ്യം 50 കൊടുത്തത്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെയാ കൊടുക്കുന്നത്. പ്രശ്നമില്ലല്ലോ. ഇനി മൂന്നാമത്തെ ട്രയാങ്കിളില്
താഴത്തെ ലൈൻ ആ സാധാരണ ഞാൻ 7 കൊടുത്തത്. വ്യത്യസ്ത ട്രയാങ്കിൾ കണ്ടുപിടിക്കാനാ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇനി താഴെ കൊടുക്കുന്നില്ല, സൈഡിൽ കൊടുത്തു. അപ്പൊ ഇങ്ങനെ വന്നു. ഓക്കെ, ഇനി ഞാൻ വേറൊരു ട്രയാങ്കിൾ വരച്ച് നോക്കാം. ഈ 2 വശങ്ങളാണ് തുല്യം. 7 സെന്റിമീറ്റർ ഇവിടെ വെച്ച് വരയ്ക്കുന്ന എല്ലാം ഞാൻ വരച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ 7 സെന്റിമീറ്റർ ഒരെണ്ണം അങ്ങനെ വരച്ചു. ഇനി അടുത്തത് വരച്ചു. ഇവിടെയല്ലേ നേരത്തെ 80 ഡിഗ്രി എടുത്തത്. ഇനി ഞാൻ ഈ 80 മുകളിൽ എടുക്കാൻ പോവാ. ഇവിടെ 80 ഡിഗ്രി എടുത്തു. അങ്ങനെയാണ് ഈ കോണുകൾ എത്രയായിരിക്കും? 65 വെച്ച്. ഓക്കെ ഓക്കെ, ഇങ്ങനെ നമുക്ക് 4 തരത്തില് സമപാർശ്വ ത്രികോണങ്ങൾ അഥവാ ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കാം. ഇത്രയും നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ഇപ്പൊ ഫസ്റ്റ് ഇവിടെ ഞാൻ 7 എടുത്തു, ഇവിടെ 7 എടുത്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ? അതിന്റെ ആംഗിൾസ് ചേഞ്ച് ചെയ്തു. ആംഗിൾ ഇവിടെ ആദ്യം 50 എടുത്തു, പിന്നെ ഇവിടെ എടുത്തത്. ഓക്കെ, രണ്ടാമത്തേന് ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? വശങ്ങൾ ചേഞ്ച് ചെയ്തു. ഇവിടെ ആദ്യം വശം 7 എടുത്തത് ഞാൻ മാറ്റി സൈഡിലാണ് കൊടുത്തു. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ട് നമുക്ക് 4 ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അടുത്തതായി 40th ക്വസ്റ്റ്യൻ ആണ്. അളവുകൾ തന്നിട്ടുണ്ട്. AB 7 സെന്റിമീറ്റർ, ആംഗിൾ A 67.5 ഡിഗ്രി, ആംഗിൾ B 15 ഡിഗ്രി. ഈ മെഷേഴ്സ് ഉപയോഗിച്ച് നമ്മളൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. നമ്മൾക്ക് ഇങ്ങനത്തെ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ അറിയാം. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. 67 ഡിഗ്രി ഒന്നും നമുക്ക് പ്രൊട്രാക്ടർ കിട്ടാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ ഡബിൾ എടുത്തു, എന്നിട്ട് ബൈസെക്ടർ ഒക്കെ വരച്ച് ചെയ്തിരുന്നു. പക്ഷെ ഈ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രൊട്രാക്ടർ യൂസ് ചെയ്യരുത്. കോൺമാപിനി യൂസ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. പ്രൊട്രാക്ടർ യൂസ് ചെയ്യാതെ ഒരു കോൺ വരയ്ക്കാൻ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കും? നമുക്ക് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം സെറ്റ് സ്ക്വയറിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയതിനു ശേഷം മുന്നോട്ട് പോവാം. നമ്മളിതൊക്കെ രണ്ട് സെറ്റ് സ്ക്വയർ ആണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ളത്. ഒന്ന് ഈ സെറ്റ് സ്ക്വയർ, ഇതിന്റെ ഈ ഭാഗമില്ലേ, അത് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് ഇതൊന്ന് അളന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ കോണില്ലേ 30 ഡിഗ്രി ആയിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. ഈ കോണോ 60 ഡിഗ്രി ആയിരിക്കും. ഇത് 90, ഇത് 30, ഇത് 60. ഓക്കെ, ഈ സെറ്റ് സ്ക്വയർ. ഇനി നോക്ക്, നമ്മുടെ കയ്യിൽ വേറൊരു സെറ്റ് സ്ക്വയർ ഉണ്ട്. ഇത് അത് നമുക്കറിയാം. ഈ ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. പിന്നുള്ള ഈ 2 ആംഗിൾസ് ഇല്ലേ, ഈ 2 ആംഗിൾസും 45 ഡിഗ്രി വീതമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെറ്റ് സ്ക്വയറിലെ ഓരോ ആംഗിളിന്റെയും മെഷർ അളവ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇനി നോക്ക്, ആംഗിൾ A 67.5 ഡിഗ്രി. 67.5 ഡിഗ്രിയാണ് ആംഗിൾ A. 67 ഡിഗ്രി 2 തവണ ആഡ് ചെയ്ത് നോക്കിയ ഡബിൾ എടുത്താൽ എത്രയാ? 135 ഡിഗ്രി. ഇനി ആംഗിൾ B നോക്ക്. ആംഗിൾ Bയും 2 തവണ ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോ എത്ര കിട്ടി? 30 ഡിഗ്രി. ഓക്കെ, ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോ പ്രൊട്രാക്ടർ യൂസ് ചെയ്യരുത് എന്ന് നമ്മളോട് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയൊക്കെ ബുദ്ധിമുട്ട്. അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഒരു ലൈൻ വരയ്ക്കുക, ആംഗിൾ A 135 വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ അതിന് ബൈസെക്ടർ വരച്ചു പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ആംഗിൾ B 30 ഡിഗ്രി പ്രൊട്രാക്ടറുടെ വെക്കുക, 30 ഡിഗ്രി അടയാളപ്പെടുത്തുക, ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് അതിന്റെ ബൈസെക്ടർ വരയ്ക്കുക. അപ്പൊ എന്താ, ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഈ ട്രയാങ്കിൾ ആണ് നമ്മുടെ ABC. പക്ഷെ ഇവിടെ നമ്മളോട് പറഞ്ഞു പ്രൊട്രാക്ടർ യൂസ് ചെയ്യരുതെന്ന്, കോൺമാവിനെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ പ്രോബ്ലത്തിന് പ്രത്യേകത. ആദ്യം AB 7 സെന്റിമീറ്റർ. അപ്പൊ നിങ്ങൾ സ്കെയിൽ എടുക്കുക, AB 7 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഓക്കെ, AB 7 സെന്റിമീറ്റർ. A എന്ന് പറയുന്നത് 67.5 ഡിഗ്രി, 67.5 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് ആംഗിൾ A കണ്ടുപിടിക്കണമെങ്കിൽ 67 ഡിഗ്രി എന്തായാലും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അരയൊക്കെ കാണാൻ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഡബിൾ എടുത്തു, ഇരട്ടി എടുത്തു, 135. നമ്മുടെ സെറ്റ് സ്ക്വയർ ഇത് രണ്ടുമാണ് ഉള്ളത്.
ഏതൊക്കെ ചേർത്താൽ നമുക്ക് 135 ആക്കാൻ പറ്റും? നമ്മുടെ സെറ്റ് സ്ക്വയറിലുള്ള അളവ് ഏതൊക്കെയാ? ദാ ഈ സെറ്റ് സ്ക്വയറിലെ ഈ ഭാഗം എത്രയാണ്? 90 ഡിഗ്രി. ഈ ഭാഗം എത്രയാണ്? 30 ഡിഗ്രി. ഇവിടെയോ 60 ഡിഗ്രി. ഇനി നമ്മുടെ ഈ സെറ്റ് സ്ക്വയർ എടുക്കാം. ഈ ഭാഗം 90 ഡിഗ്രി, അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇത് എത്രയാണ്? 45 ഡിഗ്രി. ഇവിടെ എത്രയാ? അത് 45 ഡിഗ്രി. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതാ ഇങ്ങനെ പ്രൊട്രാക്ടർ വെച്ച് നിങ്ങൾ അളന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ അളവ് മനസ്സിലാവും. നിങ്ങൾ ചെയ്യേണ്ടത് AB എന്ന് പറയുന്ന വര വരച്ചു. നമുക്ക് എയിൽ 135 135 ഡിഗ്രിയാണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. 135 ഈ അളവുകളുടെ ഏത് കോമ്പിനേഷൻ, ഈ രണ്ട് അളവുകൾ എങ്ങനെയൊക്കെ കൂട്ടി നോക്കിയാൽ 135 കിട്ടുമെന്ന് നോക്കിയേ. 90ഉം 45ഉം ഒന്ന് കൂട്ടി നോക്കിയേ. എത്ര കിട്ടി? 135. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 45 ഇതിലാണുള്ളത്, അതുകൊണ്ട് 90 നമുക്ക് ഇതിലെടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ 90 നമ്മൾ ഇതിലെടുത്ത് പിന്നെ 45 നമ്മൾ എങ്ങനെ വെക്കും? കാരണം 45 ഇതിൽ തന്നെ അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാം? 90 ഇതിലും എടുക്കാം, 45 ഇതിലും എടുക്കാം. 90 ഡിഗ്രി കോൺ ഇതാണ്. അപ്പൊ നമുക്ക് 135നെ നമ്മൾ 90 ഡിഗ്രി 90 + 45 എന്ന് എഴുതി ആണല്ലോ. അപ്പൊ എന്താ 90 വെച്ചു. ഇനി നമുക്ക് 45 അല്ലേ വേണ്ടത്? 45 എന്ന് പറയുന്നത് ഇതും 45 ആണ്, ഈ അറ്റവും 45. ഇതിൽ ഏതെങ്കിലും ഒരു അറ്റം വെക്കുക. ഇതാ ആ അറ്റം ചേർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് വരയ്ക്കുക. ഓക്കെ, മനസ്സിലായോ? 90 ഇവിടെ ചേർത്ത് വെക്കുക, 45 ഇവിടെയും 45 ഇവിടെയും 45. അപ്പൊ ദാ ഏതെങ്കിലും ഒന്നും ചേർത്ത് വെക്കുക. കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ. അപ്പൊ എന്താ ഇങ്ങനെ ചേർത്ത് വെച്ചു. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ ചേർന്ന് നമുക്ക് 135 ഡിഗ്രി കിട്ടി. 135 എന്ന് പറഞ്ഞ് ഇവിടുന്ന് അല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് ഇത് നീട്ടി വരയ്ക്കുക. അപ്പൊ ഈ കോണെന്ന് പറയുന്നത് എത്രയാണ്? 135 ഡിഗ്രി. ഓക്കെ, നമുക്ക് എന്താ വേണ്ട? 135 ഡിഗ്രി ആണോ? അല്ല, 67.5 ഡിഗ്രി. അതായത് 135 പകുതി. 135ന്റെ പകുതി 35ന്റെ പകുതി കാണുന്ന എങ്ങനെയാ? നമുക്ക് ആംഗിൾ ബൈസെക്ടർ വരച്ചാൽ മതി. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാ? ദാ എയിൽ പോയിന്റ് ചെയ്തുകൊണ്ട് ഇഷ്ടമുള്ള ഒരു ആർക്ക് ഇവിടെ രണ്ടിടത്തും വരയ്ക്കുക, ഇഷ്ടമുള്ള ഒരളവില്. അതിനുശേഷം ഇവിടെ നിർത്തിക്കൊണ്ട് ഏകദേശം പകുതിയിൽ ഹാഫിൽ കൂടുതൽ എടുക്കുക. അതിനുശേഷം ഇങ്ങോട്ടൊരാൾക്ക് ഇങ്ങോട്ടൊരാൾക്ക്, പിന്നെ അതേ ഇതെടുത്ത് ഇവിടോട്ടും അതിനുശേഷം ഈ രണ്ട് പോയിന്റ്സ് യോജിപ്പിക്കുക. ഓക്കെ ഓക്കെ, ഈ ഡിഗ്രി അപ്പൊ എത്രയാ? ഈ കോണെന്ന് പറയുന്നത് 67.5 ഡിഗ്രിയാണ് ആണല്ലോ. ഇത് 67 ഡിഗ്രി. ഇനി ഇവിടെ നോക്കും, ബി എന്ന് പറയുന്നത് 30 അല്ലേ വരയ്ക്കേണ്ടത്? 30 സെറ്റ് സ്ക്വയറിൽ 30 തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ഒന്നിന്റെയും തുകയായിട്ടൊന്നും എഴുതണ്ട, 30 തന്നെ എഴുതിയാൽ മതി. ഈ സെറ്റ് സ്ക്വയറിന്റെ ഈ ഭാഗമാണ് 30. അപ്പൊ ബിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇങ്ങനൊന്നും വെച്ച് കളയല്ലേ, ഈ വര ഇങ്ങനെ വെച്ചുകൊണ്ട് ഈ പാർട്ടല്ലേ 30, ആ 30 ഭാഗം ഈ വരയോട് ചേർത്ത് വെക്കുക. അതിനുശേഷം ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, ഒരു സ്കെയിൽ ഉപയോഗിച്ച് അത് നീട്ടി വരയ്ക്കുന്നു. വരച്ചല്ലോ. 30 നമുക്ക് ബിയിൽ വേണ്ടത്? അല്ല, 15. 30ന്റെ പകുതി. അപ്പം ഈ ആംഗിളിന്റെ ബൈസെക്ടർ വരയ്ക്കുക. വരച്ചു.
ഇപ്പുറത്തും കുത്തിക്കൊണ്ട് അതിന് ഡൈസെക്ടർ വരയ്ക്കുക. ഈ 2 പോയിന്റ്സ് മാർക്ക് ചെയ്യുക, ആ പോയിന്റ്സ് യോജിപ്പിക്കുക. നോക്കിയേ, ഇതാ ഇങ്ങോട്ട് വരച്ചു. അപ്പൊ ഈ ആംഗിൾ എത്രയാ? 15 ഡിഗ്രി. ഇങ്ങനെയാണ് നമ്മൾ കോൺ മാപിന്നത പ്രൊട്രാക്ടർ യൂസ് ചെയ്യാതെ കോണ് വരയ്ക്കുന്നത്, ത്രികോണം വരയ്ക്കുന്ന വിധം. 31ാമത്തെ പേജില് നമുക്കൊരു ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 സൈഡ്സ് മറ്റൊരു ക്വാഡ്രിലാറ്ററലിന്റെ 4 സൈഡ്സുമായിട്ട് ഈക്വൽ ആണ് എങ്കിൽ ആ ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിൾസ് ഈക്വൽ ആവുന്നു. ഒരു ചതുർഭുജത്തിന്റെ 4 വശങ്ങൾ മറ്റൊരു ചതുർഭുജത്തിന്റെ 4 വശങ്ങളോട് തുല്യമായി വന്നാൽ ആ ചതുർഭുജങ്ങളുടെ കോണുകൾ തുല്യമാണോ എന്നത്. അത് നിങ്ങൾക്ക് ഈ പടം കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതൊരു ചതുർഭുജമാണ്, ഇതൊരു ചതുരമാണ്. 4 വശങ്ങള്, ഇതും ഒരു ചതുർഭുജമല്ലേ, ഈ വശങ്ങൾക്ക് തുല്യമല്ലേ, എന്നാൽ അതിന്റെ കോണുകൾ തുല്യമായിരിക്കുമോ? ഇതെല്ലാം 90 ഡിഗ്രിയാണ്. ഇതെന്താണ്? സമാന്തരികം, പാരലോഗ്രാം ആണ്. ഇത് 90 ഡിഗ്രി ആവണമെന്നൊന്നുമില്ല. ഇത് കണ്ടാൽ തന്നെ അറിയാം കോണുകൾ തുല്യമല്ല എന്ന്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കോണുകൾ തുല്യമാകണമെന്ന് ഇല്ല. നിങ്ങൾക്ക് ഈ അളവ് വെച്ചിട്ട് വരച്ചു വേണമെങ്കിൽ നോക്കാം. ഇനി അടുത്തത്, ഇനി താഴെ തന്നിരിക്കുന്നത് ഒരു ചതുർഭുജത്തിന്റെ കോണുകൾ 4 വശങ്ങളും പിന്നെന്തെങ്കിലും കൂടി തുല്യമായാൽ നമുക്ക് കോണുകൾ തുല്യമാക്കാൻ പറ്റുമോ എന്ന്. ഒരു ചതുർഭുജത്തിന്റെ 4 വശങ്ങളും 2 വികർണങ്ങളും വേറൊരു ചതുർഭുജത്തിന്റെ 4 വശങ്ങൾക്കും വികർണത്തിനോടെയും തുല്യമാണ് എങ്കിൽ ഈ 2 ചതുർഭുജങ്ങളുടെ കോണുകളും തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ വികർണങ്ങളും കൂടി തുല്യമായി വന്നാൽ മാത്രമേ കോണുകൾ തുല്യമായി വരൂ. ഓക്കെ, ഇതുകൊണ്ട് നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.